ഫുൾ ഓപ്ഷൻ വണ്ടിക്കകത്ത് വരുന്ന വേറൊരു സാധനമാണ് ഈ കണക്ടിവിറ്റി, മൊബൈൽ ഫോൺ കണക്ടിവിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു കുറച്ച് സ്ലൈറ്റ്ലി ബിഗർ ഈ ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻസ്. ഇതൊരു 9 ഇഞ്ചാന്ന് തോന്നുന്നു. ഇത് ഓക്കെയാണ്. എനിക്ക് ഈ നാവിഗേഷനാണ് ഞാൻ പ്രധാനമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. എനിക്കുണ്ടായ സമാധാനം ഇവർ ഈ മാപ്പ് മൈ ഇന്ത്യ അങ്ങനത്തെ സാധനം തരാണ്ട് പ്രോപ്പർ വയർലെസ് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ സിസ്റ്റം തന്നു. ഞാൻ ഗൂഗിൾ മാപ്പിനെയാണ് ഇതിനെക്കാളും അത് റെഗുലർലി അപ്ഡേറ്റ് കിട്ടുന്ന ഗൂഗിൾ മാപ്പിനെയാണ് ഞാൻ ഈ മാപ്പ് മൈ ഇന്ത്യ മാപ്പിനെ കാട്ടി ട്രസ്റ്റ് ചെയ്യുന്നത്. സോ എനിക്ക് എന്റെ ഫോണിൽ നിന്നുള്ള പ്രൊജക്ഷൻ തന്നാൽ മതി. ഒരുപാട് പണി എടുക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷെ കുറെ ഫാൻസ് ഉണ്ട് കേട്ടോ മാപ്പ് മൈ ഇന്ത്യക്ക്. ഭയങ്കര ഫാൻസ് ഉണ്ട്. അവര് മാപ്പ് മൈ ഇന്ത്യ ആണ് ഗൂഗിൾ മാപ്പിനേക്കാൾ അവർക്ക് ഇഷ്ടം. ഐ മീൻ ഐ ക്യാൻ സീ വൈ. ഈ മാപ്പ് മൈ ഇന്ത്യ ഭയങ്കര ഫാസ്റ്റ് ലോഡിംഗ് ആണ്. ഭയങ്കര ഫാസ്റ്റ് ലോഡിംഗ് എന്ന് വെച്ചാൽ അതിന്റെ എനിക്ക് അറിഞ്ഞൂടാ, ഇനി അത് ഡേറ്റ സൈസ് കുറവായതുകൊണ്ടാണോ പല കാര്യങ്ങളും അതിനകത്ത് ഇല്ല. പക്ഷെ അതുകൊണ്ടാണ് ലൈക്ക് യു കാൻ ഫൈൻഡ് എവറി നൂക്ക് ആൻഡ് ക്രാനി ഇൻ ദർ. ഗൂഗിൾ മാപ്സ് ചില സമയത്ത് നമുക്ക് പണി തരും കേട്ടോ. ബിക്കോസ് ഇറ്റ് ഇസ് സ്ലോ. അതായത് നമുക്ക് വാർണിംഗ്സ് ചിലപ്പോൾ നേരത്തെ കിട്ടത്തില്ല. സർവീസ് ലൈൻ മാറുന്നത് അതൊക്കെ ഇഫ് യു ആർ ഗോയിങ് ഫാസ്റ്റ് ആൻഡ് ദർ ഇസ് നെറ്റ്വർക്ക് ഇഷ്യൂ, ദെൻ ഇത് ചെറിയ വിഷയമാവും. കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ഇത് മാത്രമല്ല, ഈ മാപ്പും കാര്യങ്ങളും മാത്രമല്ല. ഇപ്പൊ നല്ല ചൂടായിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഈ വണ്ടിയിലോട്ട് കയറുന്നതിന് മുന്നേ AC വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഒന്ന് കയറാറുണ്ട്, ചൂടിന് രക്ഷപ്പെടും. അതെങ്ങനെയാ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്? ഇതിനകത്ത് എന്ത് ചെയ്യുമ്പോഴാണ് അങ്ങനെ സ്റ്റാർട്ടായി കിടക്കുന്നത്? ഫോണിലൊരു ആപ്പ് ഉണ്ട്, മാരുതി സുസുക്കിന്റെ. ആപ്പിനകത്ത് കയറിയിട്ട് ജസ്റ്റ് ഒരു പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവും. AC ഓൺ കൊടുത്തിട്ട് 10 മിനിറ്റ്. പ്രോക്സിമിറ്റി വേണം, കീഴ പ്രോക്സിമിറ്റി വേണം? ഒന്നും വേണ്ട, എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഓ ശരി, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനുള്ള GPS മോഡ്യൂൾ, ഐ മീൻ അതിനുള്ള GSM മോഡ്യൂൾ കാണുമായിരിക്കും. സിം മോഡ്യൂൾ ഉണ്ട്, കാണുമായിരിക്കും. അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് തോന്നില്ല. അത് പ്രോക്സിമിറ്റി അല്ല, ഞാൻ ദൂരെ നിന്നൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം എന്താ അറിയോ, നമ്മളൊരു പാർക്കിംഗ് ലോട്ടിലോ അല്ലെങ്കിൽ ആൾക്കാർ ഇരിക്കുന്നിടത്തോ കൊണ്ടിട്ടായിരിക്കും പോകുന്നത്. വണ്ടിയിൽ ആളില്ല. ഞാൻ ഒരിക്കൽ മെഡിക്കൽ കോളേജിലുള്ള വണ്ടി കൊണ്ടിട്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ആക്കിയിട്ട് വന്നപ്പോൾ ആൾക്കാർക്ക് ചുറ്റും കൂടി നിൽക്കുകയാണ് വണ്ടി സ്റ്റാർട്ടാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ സ്റ്റാർട്ടായി അടുത്ത് കത്തും. അതെ, പക്ഷെ എല്ലാരും പാനിക്കായി. അപ്പൊ ഞാൻ പിന്നെ അതിനുശേഷം ഇത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് ഇതിന് ശേഷം തന്നെയാണ് ഞാൻ പിന്നെ വെറുതെ ആൾക്കാരെ കൊണ്ട് എന്തിനാ പറയിപ്പിക്കുന്നത്. കേറിയിരുന്ന അവിയെങ്കിലും അല്ല, പക്ഷെ കേറിയത് അവിയാണെങ്കിലും ഇപ്പൊ പണ്ടത്തെ പോലല്ല. കൂളിംഗ് സിസ്റ്റംസ് ഭയങ്കര ബെറ്റർ ആണ്. പ്രത്യേകിച്ചും മറ്റേ നമ്മുടെ ഇവിടെ സീറ്റിന്റെ ബാക്കിലുള്ള വെൻസേ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിനുണ്ടോ സീറ്റിന്റെ ബാക്കിൽ? ഗ്രാൻഡ് ഉണ്ട്. ഇതിനകത്തൂടെ AC തണുത്ത വെന്റിലേറ്റഡ് സീറ്റ്. അത് പിന്നെ ബ്ലോ ആണോ സക്കയാണോ? ബ്ലോ ചെയ്യുന്നു. തണുത്ത എയർ നമ്മുടെ ഇവിടോട്ട് അങ്ങ് ബ്ലോ ചെയ്യും. അപ്പൊ പെട്ടെന്ന് അങ്ങ് കൂളാവും. കാരണം നമുക്ക് ഏറ്റവും പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മൾ ഈ സ്കിൻ ഇങ്ങോട്ട് ഈ ബാക്കിലെ സീറ്റിലോട്ട് ഒട്ടിയിട്ടേ നമ്മുടെ ആ ഭാഗം തണുക്കത്തേ ഇല്ല. അവിടെ നമ്മൾ നല്ല ചൂടുന്ന് വരുമ്പോഴേ നമ്മൾ പ്രത്യേകിച്ച് ഇച്ചിരി വിയർത്തിരിക്കുവാണെങ്കിൽ അവിടെ പെട്ടെന്ന് തണുക്കത്തേ ഇല്ല. അത് പക്ഷെ ഈ ഇതങ്ങ് ടേക്ക് കെയർ ചെയ്യും. അതൊരു പോറസ് മെറ്റീരിയൽ ആണ് ഇവിടെ ബാക്കിൽ. അപ്പൊ അവിടെ നിന്ന് നല്ല തണുത്ത കാറ്റങ്ങോട്ട് അടിച്ചു കൊടുക്കും, പെട്ടെന്ന് അങ്ങ് തണുക്കും. നമ്മള് ലോങ് റിലാക്സ്ഡ് ഡ്രൈവിനൊക്കെ വെന്റിലേറ്റഡ് സീറ്റ് വളരെ അത്യാവശ്യമാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. വെന്റിലേറ്റഡ് സീറ്റ് അടിപൊളിയാണ്. വൺസ് യു എൻജോയ് ഇറ്റ് then there's no going back. ഈ AC ഞാൻ പൊതുവെ എനിക്ക് AC ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമില്ല. എനിക്ക് ചൂട് കുറെ ഒക്കെ താങ്ങാൻ പറ്റും. കാരണം ബിക്കോസ് ഞാൻ വെയിലത്ത് എപ്പോഴും പോകാറുണ്ട്. ഐ മീൻ വെയിലത്ത് പോയാൽ വേറൊരു മോഡാണ്. അപ്പൊ എനിക്ക് AC വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ when I go for AC എനിക്ക് ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ആൻഡ് ആവശ്യമാണ് ചില സമയത്ത്. പിന്നെ ഈ നമ്മുടെ കണക്റ്റഡ് ഫീച്ചേഴ്സ് വെച്ചിട്ട് വണ്ടിയിൽ എത്ര ഫ്യൂവൽ ഉണ്ടെന്ന് അറിയാം, പിന്നെ എത്ര റേഞ്ച് ഉണ്ടെന്ന്, കിലോമീറ്റർ റേഞ്ച് കാണിക്കും, കിലോമീറ്റർ ഓടിയെന്ന് കാണിക്കും, സർവീസിന്റെ ടൈം ആണെങ്കിൽ അത് കാണിക്കും. അങ്ങനത്തെ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഫോണോ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് അതിൽ കിട്ടുമ്പോ ഒരു സന്തോഷം. പൊതുവെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന വേറെയും കുറെ കാര്യങ്ങളുണ്ട്. ആക്ച്വലി നമ്മളൊരു പവർ യൂസർ ആണെങ്കിൽ വണ്ടിയുടെ നമുക്ക് കുറെ കാര്യങ്ങൾ ഫോണിൽ കിട്ടും. ഡയഗ്നോസ്റ്റിക്സ് കാറിൽ നമ്മുടെ മൊബൈലിൽ ചെയ്യാം, OBD വെച്ചിട്ട്. കാരണം പ്രത്യേകിച്ചും ഈ എന്താണ് ഇന്നത്തെ കാലത്ത് OBD ടു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. വണ്ടിയുടെ ഫുൾ ഡയഗ്നോസ്റ്റിക്സ് നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്സിൽ കിട്ടും. നമുക്ക് എന്തെല്ലാമാണ് കാറിനകത്ത് നടക്കുന്നതെന്ന് അറിയാൻ പറ്റും. റിയൽ ടൈം ആയിട്ട് നമുക്ക് നമ്മുടെ എൻജിൻസ് എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. കൂളൻ ടെമ്പറേച്ചർ, മറ്റേ ടെമ്പറേച്ചർ, എല്ലാം. ലൈക്ക് എവറിത്തിങ് ഇസ് നൗ ബീങ് സെൻസ്ഡ്. ഇറ്റ് ഇസ് നൗ ഓൺലി അബൌട്ട് സെൻഡിങ് ദ സിഗ്നൽ ഇൻ എ മാനർ ദാറ്റ് അവർ ഫോൺസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അത്രേ ഉള്ളൂ. അപ്പൊ ആ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഐ മീൻ നമുക്ക് ഒരു പവർ യൂസർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്കത് അല്ല, ഒരു നോർമൽ യൂസറിന് ഇത്രയും സാധനങ്ങൾ തന്നില്ലെങ്കിലും
TPMS കൊടുക്കാമായിരുന്നു. TPMS കൊടുത്തേ പറ്റൂ ആക്ച്വലി. കാരണം TPMS എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എക്സ്റ്റേണൽ ചെയ്തിട്ടുണ്ട്. എത്ര രൂപയായി TPMS? 4000 എങ്ങാണ്ടാന്ന് തോന്നുന്നു. 4000 കുറച്ചായി വണ്ടി മേടിച്ചപ്പോൾ തന്നെ. റിയൽ TPMS. അതായത് ടെമ്പറേച്ചറും എയർ പ്രഷറും കാണിക്കും. ഇതിനല്ലാതെ ഡീഫ്ലേഷൻ വാർണിംഗ് ഉണ്ടോ? ഡീഫ്ലേഷൻ വാർണിംഗ് ഇല്ല. ഇതിന് ഡീഫ്ലേഷൻ വാർണിംഗ് അതുമില്ല, ഒന്നുമില്ല. അതൊരു വളരെ വലിയ മിസ്സാണ്. 9 ലക്ഷത്തിന്റെ എക്സ്റ്റേണൽ ഉണ്ടായിരുന്നത്, ഫുൾ TPMS ഉണ്ടായിരുന്നു. TPMS ഉണ്ടായിട്ട് പിന്നെ തിരിച്ചില്ലാതെ പോകാൻ ഭയങ്കര പാടാണ്. എല്ലാ ഫീച്ചറും അങ്ങനെയാണ്. Once you get used to it, once you go black, you never go back എന്നാണല്ലോ. ഇത് 4 ടൈമിൽ അപ്ഡേറ്റ് ആവുന്നു, 4 ടയറും. കാരണം ഇതിന്റെ റിസീവർ ഇരിക്കുന്നത് ഈ കോർണറിലാണ്, ഫ്രണ്ട് റൈറ്റ് കോർണറിലാണ് ഇരിക്കുന്നത്. ഓരോ സെൻസറും ഇരിക്കുന്നത് ഓരോ പൊസിഷനിലാണ്. അത് അപ്ഡേറ്റ് ആവുന്ന സമയം വ്യത്യാസമുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും ആദ്യം അപ്ഡേറ്റ് ആവുന്നത് ഈ റിസീവറിന്റെ തൊട്ടടുത്ത് താഴെ ഇരിക്കുന്ന സെൻസറാണ്. ഐ മീൻ ആ സെൻസറിൽ നിന്നുള്ള ഇൻപുട്ടാണ് ആദ്യം കിട്ടുന്നത്. അതിനുശേഷം ഇത് വരും, ഫ്രണ്ട് ലെഫ്റ്റും ബാക്ക് റൈറ്റും ഏകദേശം ഒരേ സമയത്ത് വരുന്നത്. ഏറ്റവും ലാസ്റ്റ് അപ്ഡേറ്റ് ആവുന്നതാണ് ആ റിയർ ലെഫ്റ്റ് കോണാണ്. അപ്പം അത്രയും നേരം ഇത് കാണിക്കൂല, ലാസ്റ്റ് റീഡിങ് കാണിക്കും. അതായത് അവസാനം എന്താണോ അത് കാണിച്ചിരുന്നത് ആ റീഡിങ് കാണിക്കും. ഇത് പ്രോമിനന്റ് ആയിട്ട് വരുന്നത് വണ്ടി നമ്മൾ രാത്രി ഇട്ടിട്ട് രാവിലെ എടുക്കുമ്പോഴൊക്കെയാണ് വല്ലാത്തൊരു മിസ്മാച്ച് വരുന്നത്. രാവിലെ എണീക്കുമ്പോൾ ഇതിന്റെ ടെമ്പറേച്ചർ എന്തൊക്കെയായിരിക്കും, എത്രയൊക്കെയായിരിക്കും? ഇപ്പൊ ഇന്ന് രാവിലെ കണ്ടിരുന്നത് 24 ഒക്കെ ആണെന്ന് തോന്നുന്നു, ആംബിയന്റ് ടെമ്പറേച്ചർ. അപ്പൊ ഇന്നലെ ഇതിന്റെ ഒരു ടയർ പഞ്ചറായിട്ട് ഞാൻ മാറ്റാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പൊ കൊണ്ടുപോയി അവിടെ എത്തിയിട്ട് അവര് നോക്കുമ്പോ 4 ടയറിലും എയർ കൂടുതലാണ്. 4 ടയറിലും എയർ കൂടുതലായിട്ട് അവരെന്ത് ചെയ്തു, എത്ര ഉണ്ടായിരുന്നു ഇതിന്റെ റെക്കമെൻഡ്? എത്ര? 33. എത്ര ഉണ്ടായിരുന്നു? 36 ഉണ്ടായിരുന്നു 4 ടയറിലും. പക്ഷേ ബീയിങ് ആ ടയർ സർവീസ്ക്കായി അവരും അത് ഓവർലുക്ക് ചെയ്ത ഒരു ഫാക്ടറാണ്. ഞാൻ വണ്ടി ഓടിച്ചിട്ടാണ് അവിടെ കൊണ്ടുപോയത്. ടയർ എക്സ്പാൻഡ് ആയിട്ടുണ്ട്, എന്നിട്ടാണ് അത് 36 കാണിച്ചത്. മീൻസ് ടെമ്പറേച്ചർ കൂടിയുണ്ട്, പ്രഷർ കൂടി, അങ്ങനെയാണ് 36 കാണിച്ചത്. ഇവര് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ടയർ പ്രഷർ കോൾഡ് ടയർ പ്രഷറാണ്. വണ്ടി കോൾഡ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടയറിൽ 33 PSI വേണമെന്നാണ് അതെ ഇവര് പറയുന്നത്. സോ ബെസ്റ്റ് ടൈം ടു ഫിൽ ഇൻ എയർ എന്ന് പറയുന്നത് നമ്മള് വണ്ടി ഓവർനൈറ്റ് നിർത്തിയിട്ട് രാവിലെ എടുക്കുന്ന സമയത്ത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരിടത്ത് ഓടിപ്പോയിട്ടാണ് നമ്മൾ കാറ്റെടുക്കുന്നെങ്കിൽ നമ്മൾ എന്തായാലും ഓവർനൈറ്റ് ഇടുമ്പോൾ ടയർ പ്രഷർ കുറയും. അതും പല സ്ഥലത്ത് ചെല്ലുമ്പോൾ പല പ്രഷറാന്നൊക്കെ പറയും. പല ടെമ്പറേച്ചറാണ്. ഇവിടെ ഒന്ന് വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം ഓടിച്ച് പൊന്മുടി പോകുമ്പോൾ എന്റെ 33 ഉള്ള പ്രഷർ 30-29 ഒക്കെ ആവും. ടയർ പ്രഷർ എന്ന് പറയുന്ന സാധനം ഡ്രൈവബിലിറ്റി ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നുവെച്ചാൽ നല്ല കറക്റ്റ് റെക്കമെൻഡഡ് ടയർ പ്രഷർ, അതിനപ്പുറത്ത് 1-2 പൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. പക്ഷെ സംവെയർ അറൌണ്ട് ദാറ്റ് റെക്കമെൻഡഡ് റേഞ്ച് നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം പ്രത്യേകിച്ചും ഓവറായിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാലേ ബ്രേക്കിങ്ങിന് നല്ലതായിട്ട് എഫക്ട് ചെയ്യും, പെട്ടെന്ന് സ്കിഡ് ആവും. നമ്മളൊരു 5 പൗണ്ടൊക്കെ അടിച്ച് കൂടിപ്പോയെന്ന് വെച്ചോ ബ്രേക്കിംഗ് പെർഫോമൻസ് ഭയങ്കരമായിട്ട് മോശമായിരിക്കും. വണ്ടി ബൗൺസിയർ ആവും. നമ്മള് കുഴി കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ തെറിച്ച് ഓടുന്ന പോലെ തോന്നും. വണ്ടിക്കും കേടാത്.